സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ ഷെജൻ, നമുക്കെല്ലാവർക്കും സ്വാഗതം ആശംസിച്ച ബഹുമാന്യയായ ലേഖ ടീച്ചർ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ചന്ദ്രബാബു, ഈ സദസ്സിൽ ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ യോവ സർ, ശ്രീ വിൽഫ്രഡ്, പാസ്റ്റർ ജോൺ കുമാർ, ശ്രീ ഷിജോ, ശ്രീ സുരേഷ് കുമാർ, ശ്രീമതി വിദ്യ ടീച്ചർ, ശ്രീമതി ആരതി ടീച്ചർ, ശ്രീ ക്രിസ്റ്റിൻ, സത്യവേദ സെമിനാരിയുടെ പ്രിൻസിപ്പൽ ശ്രീ ജോൺ സാമുവൽ, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മറ്റ് ബഹുമാനപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ, സത്യവേദ സെമിനാരിയിലെ വിദ്യാർത്ഥികൾ, ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായി, ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അഭ്യുദയകാംക്ഷികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ രാവിലെ സമയം നിങ്ങളുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. ആ സന്തോഷത്തിൻ്റെ കാര്യം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിലൊരു പുതിയ സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. ആ പ്രദേശത്ത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം. ആർക്കും സംശയം വേണ്ട, വിലമതിക്കാൻ കഴിയാത്ത ഒരു ധനം മനുഷ്യന് ലഭിക്കുന്നത് വിദ്യാഭ്യാസമാണ്. ആ ധനം കുട്ടികൾക്ക് സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് വിദ്യാലയങ്ങൾ. നമ്മുടെ വിദ്യാഭ്യാസം പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം എന്നുള്ള നിലയിൽ നമുക്ക് തിരിക്കാൻ വേണ്ടി കഴിയും. പ്രാചീന കാലത്തും മധ്യകാലത്തും ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിച്ചിരുന്നില്ല. വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് സമ്പന്ന വർഗത്തിനും വരേണ്യവർഗത്തിനും മാത്രമാണ്. നാട്ടിൽ സമ്പന്നൻ്റെ എണ്ണം കുറവായിരുന്നു, വരേണ്യവർഗത്തിൻ്റെ എണ്ണവും കുറവായിരുന്നു. പക്ഷേ ധനവും സ്വത്തും വിദ്യാഭ്യാസവും എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് മാത്രമാണ് ലഭിച്ചിരുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് അത് ലഭ്യമല്ലായിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് നവോത്ഥാന നായകന്മാരുടെ പ്രവർത്തനത്തിന് ശേഷം മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞത് ക്രൈസ്തവ മിഷണറിമാർക്കാണ്. ക്രൈസ്തവ മിഷണറിമാർ പഴയ തിരുവിതാംകൂറിലേക്കും തിരുക്കൊച്ചിയിലേക്കും മലബാറിലേക്കും കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷം വളരെയേറെ കലുഷിതമായിരുന്നു. അതിൽ പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും വിദ്യാഭ്യാസമില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ ദോഷമുള്ള ജനവിഭാഗങ്ങൾ അധിവസിച്ചിരുന്നൊരു സമൂഹം, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്നിരുന്ന ഒരു പ്രദേശം. മഹാനായ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. ഭ്രാന്തൻ ചിന്താഗതിയുള്ള ഭ്രാന്തൻ നിലപാടുകൾ വച്ചു പുലർത്തുന്നവരുടെ കേന്ദ്രമാണ് കേരളമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ആ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന ഈ കുഗ്രാമത്തിൽ, മരത്തകടി, ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം വരുന്നത് വരെയുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിയുടെ ചരിത്രം കൂടിയാണ്. ക്രൈസ്തവ മിഷണറിമാർ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ചത് പള്ളിക്കൂടമായിരുന്നു. ഒരു പള്ളി സ്ഥാപിച്ചാൽ അതിനോട് ചേർന്ന് ഒരു പള്ളിക്കൂടം സ്ഥാപിക്കും. എന്തുകൊണ്ട് അവർ മറ്റ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാതെ പള്ളിക്കൂടം സ്ഥാപിച്ചു? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് വേണമെങ്കിൽ ഫാക്ടറി സ്ഥാപിക്കാം, മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. പക്ഷേ അവർ പള്ളിയോട് ചേർന്ന് സ്ഥാപിച്ച സ്ഥാപനം പള്ളിക്കൂടമായിരുന്നു. കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്ന പല കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളുമെല്ലാം അന്ന് അവർ പള്ളിയോട് ചേർന്ന് ഓല ഷെഡിൽ സ്ഥാപിച്ച ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്.
അതാണ് അന്നത്തെ സാഹചര്യം. അന്ന് വിദ്യാഭ്യാസം ലഭിക്കാൻ നിവൃത്തിയില്ലായിരുന്ന, സാമ്പത്തികമായും ജാതീയമായും അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തെ സൗജന്യമായി മിഷണറിമാർ അവർ സ്ഥാപിച്ച പള്ളിക്കൂടത്ത് കൊണ്ടുവന്ന് വിദ്യാഭ്യാസം കൊടുത്തു. വിദ്യാഭ്യാസം മനുഷ്യൻ്റെ അകക്കണ്ണ് തുറക്കും. ആ പ്രകാശത്തിൽ അവനവൻ്റെ ജീവിത അവസാനം വരെ ജീവിക്കും. ആ കാഴ്ചപ്പാടാണ് അന്ന് മിഷണറിമാർ പള്ളിക്കൂടം സ്ഥാപിക്കുമ്പോൾ വച്ചു പുലർത്തിയത്. മാത്രമല്ല, ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് സേവനമാണ്. സേവനമില്ലെങ്കിൽ ക്രൈസ്തവ ദർശനത്തിന് നിലനിൽപ്പില്ല. സേവന മേഖലയിലെ ഒന്നാമത്തെ ഘടകമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം സേവന മേഖലയാണ്, ആരോഗ്യ സേവന മേഖലയാണ്. ലാഭകരമായി നമ്മൾ കാണേണ്ട മേഖലയല്ല, സേവനപരമായി കാണേണ്ട മേഖലയാണ്. ആ സേവന മേഖലയിലുള്ള സ്ഥാപനങ്ങളാണ് സഭകൾ ആദ്യം സ്ഥാപിച്ചത്. അത്തരത്തിൽ അവരെടുത്ത നിലപാടും 57 അധികാരത്തിൽ വന്ന ഒന്നാമത്തെ ഗവൺമെൻറ്, EMSൻ്റെ ഗവൺമെൻറ് എടുത്ത വിദ്യാഭ്യാസ രംഗത്തെ ഫീസ് ആനുകൂല്യം അടക്കമുള്ള നിലപാടുകളും സാധാരണക്കാരന് വിദ്യാഭ്യാസം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായി. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശത്ത് പോയി ജോലിയെടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അത് ഏകദേശം 65 മുതൽ ആരംഭിച്ചതാണ്. 65-70 ആരംഭിച്ചതാണ് ആ പ്രയാണം. മൈഗ്രേറ്റ് ചെയ്ത ഏറ്റവും വലിയൊരു ജനവിഭാഗം മലയാളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വിദേശത്ത് പോയി തൊഴിലെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടായത് ഈ കേരളത്തിൽ നിന്നും ലഭിച്ച വിദ്യാഭ്യാസം കൊണ്ടാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അത്തരത്തിലുള്ളൊരു സമീപനം അന്ന് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കേരളം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇന്നും ഒന്നാം സ്ഥാനത്താണ്. നീതി ആയോഗിൻ്റെ കഴിഞ്ഞ വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കേരളം വിദ്യാഭ്യാസത്തിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മളെക്കാൾ 17 പോയിൻ്റ് താഴെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം നിലനിൽക്കുന്നത്. ഈ നിലയിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം വളരാൻ കാരണം സർക്കാർ മാത്രമല്ല, സർക്കാരിനോടൊപ്പം തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിസ്തുലമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഞാൻ പ്രദാനം ചെയ്യുന്ന അരുവിക്കര മണ്ഡലത്തിൽ 8 പഞ്ചായത്തുകളിലായി 102 സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ 102 സ്കൂളുകളിൽ 58 സ്കൂളുകൾ ഗവൺമെൻറ് നടത്തുന്ന സ്കൂളുകളാണ്, LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ. അതേപോലെ തന്നെ 18 സ്കൂളുകൾ എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ നടത്തുന്നതാണ്, അതും LP മുതൽ ഹയർ സെക്കൻഡറി വരെ ഉണ്ട്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവർക്ക് റെക്കഗ്നേഷൻ ഉണ്ട്, എന്നാൽ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ 24 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ 102 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതാണ് അരുവിക്കര മണ്ഡലം. ഈ കുഗ്രാമങ്ങളുള്ള വനമേഖലയുള്ള സാധാരണക്കാർ ജീവിക്കുന്ന ഈ മണ്ഡലത്തിൽ 102 സ്കൂളുകൾ പ്രവർത്തിക്കുന്നു എങ്കിൽ മറ്റ് പ്രദേശങ്ങൾ ഇതിനേക്കാൾ പ്രവർത്തിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടുള്ള രക്ഷകർത്ത സമൂഹവും പൊതുസമൂഹവുമാണ് നമുക്കുള്ളത്. ഞങ്ങളെല്ലാം വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് അതിനുള്ള വിദ്യാഭ്യാസമോ പ്രാപ്തിയോ സാഹചര്യമോ ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ രക്ഷകർത്ത സമൂഹം എന്ന് പറയുന്നവർ നല്ല വിദ്യാഭ്യാസം നേടിയവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം ലഭ്യമാകാൻ വേണ്ടി കഴിഞ്ഞവരാണ്. ആ വിദ്യാഭ്യാസം അവർ അവരുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി തയ്യാറാകും. വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയാണ്? പലപ്പോഴും പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. എന്തിനാണ് വിദ്യാഭ്യാസം? പലരും പറയുന്നു ജോലി ലഭിക്കാനാണ് വിദ്യാഭ്യാസം. ആ ഉത്തരം ശരിയാണോ? ഉത്തരം ശരിയാണ്, പൂർണ്ണമായും ശരിയല്ല. ജോലി ലഭിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം. പക്ഷേ വിദ്യാഭ്യാസം ജോലി ലഭിക്കാൻ മാത്രമുള്ള മാധ്യമമായി നമ്മൾ കാണേണ്ടതില്ല. വിദ്യാഭ്യാസം ഉത്തമനായിട്ടുള്ള പൗരനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് വിദ്യാഭ്യാസം. മാതൃകയായിട്ടുള്ള മൂല്യബോധമുള്ള ഒരു പൗരനെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് എല്ലാവരും വിദ്യാഭ്യാസം നേടണം. കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും ഉത്തമ പൗരന്മാരായി ജീവിക്കണമെന്നാണ്. എങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം. അതാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാർവത്രിക വിദ്യാഭ്യാസം. സാർവത്രിക വിദ്യാഭ്യാസം എന്നുള്ള വാക്കിനോടൊപ്പം സൗജന്യ വിദ്യാഭ്യാസവും പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വേണ്ടി പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. എന്നാൽ പല മേഖലകളിലും അത് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഫീസ് കൊടുക്കേണ്ടതില്ല. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സാമ്പത്തിക ശേഷിയില്ലാത്തവർക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ബസ്സിൽ കയറി സഞ്ചരിക്കാൻ കൺസെഷനുണ്ട്. സ്കൂളുകളിലെ പാഠപുസ്തകങ്ങളും അതേപോലെ തന്നെ യൂണിഫോമും അതേപോലെ തന്നെ ഭക്ഷണവും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം
വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യം നിങ്ങളോടും പറയാം. ഇന്നത്തെ ക്ലാസ് മുറിയാണ് നാളത്തെ സമൂഹം. നാളത്തെ സമൂഹത്തെ നന്നാക്കണമെങ്കിൽ നാളെ കതിരിന്മേൽ വളം വച്ചിട്ട് ഒരു കാര്യമില്ല. നാളത്തെ സമൂഹം നന്നാകണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് മുറി നന്നാകണം. ആ കാഴ്ചപ്പാടിലാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ വിജയത്തിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബായി കേരളത്തെ മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രംഗത്ത് എല്ലാവരുമായി 3 ഇതളുകളായിട്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം നിൽക്കുന്നത്. സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ്. ഈ 3 വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായിട്ടുള്ള സംഭാവനയാണ് ഇന്ന് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളുടെ പ്രസക്തി വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സോഫിയ ഇൻ്റർനാഷണൽ സ്കൂള് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറായത്. ഇത് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ ശ്രീ ജ്ഞാനദാസ് എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നില്ല എങ്കിലും ഞങ്ങൾ കൊളത്തമ്പൽ ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്, അന്ന് ഹൈസ്കൂളാണ്, ആ സ്കൂളിൽ ഒത്തുപഠിച്ച ആളുകളാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ വേണ്ടി കഴിഞ്ഞത്. ജീവിതത്തിൻ്റെ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ മനുഷ്യനെ അവിടെ ആക്കി തീർക്കുകയോ പറിച്ചു നടപ്പെടുകയോ ചെയ്തു. എന്നാൽ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാൻ വേണ്ടി കഴിവുള്ളവരായി മാറണം. മാനവ സേവ മാധവ സേവയാണ്. ക്രൈസ്തവ ദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ദൈവത്തിന് നമ്മളെ സപ്പോർട്ടൊന്നും വേണ്ട, സ്തുതി സ്തോത്രം മതി. നമ്മൾ സഹായിക്കേണ്ടത് നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യരെയാണ്. നമ്മൾ സേവിക്കേണ്ടത് നമ്മളെ സഹജീവിയായിട്ടുള്ള മനുഷ്യനെയാണ്. നമ്മൾ മുഖാമുഖം കാണുന്ന മനുഷ്യനെയാണ്. ആ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാതെ ആർക്കും മാറി നിൽക്കാൻ വേണ്ടി കഴിയില്ല. പരസ്പരം സഹായിക്കാനും സഹകരിക്കാനുമുള്ളൊരു മനസ്സ് വളർത്തുക എന്നുള്ളത് നമ്മൾ നേടുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒന്നായി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ നിലയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വളരെയേറെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പ്രാധാന്യം ഓരോരുത്തരിലേക്കും സന്നിവേശിപ്പിക്കപ്പെടാനുള്ള ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഏറ്റെടുക്കണം. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ വിദ്യാഭ്യാസത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നത്. ഞാൻ MLA ഫണ്ട് ചെലവഴിക്കുമ്പോൾ 32%, എത്രയോ മേഖലകൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കേണ്ടത്, അതിൽ കൃത്യമായി 32% ഈ 3 വർഷത്തെ കണക്ക് പരിശോധിച്ചപ്പോൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നീക്കി വയ്ക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. യഥാസമയം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അതിൽ സ്വകാര്യ സംരംഭകർ അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. സർക്കാരിനെ കൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കാൻ വേണ്ടി കഴിയില്ല, ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അവിടെയാണ് സ്വകാര്യ സംരംഭകരുടെ പങ്ക്. ആ സ്വകാര്യ സംരംഭകർ അവർ ഇത്തരത്തിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചാൽ അന്തർദേശീയ നിലവാരമുള്ള വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും. കുറച്ചു കാലമായി കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു പരാതി, സാർവത്രികമാണ് വിദ്യാഭ്യാസം, പക്ഷേ ഗുണനിലവാരം കുറവ്. തമിഴ്നാടുകാരൻ്റെയും ആന്ധ്രാക്കാരൻ്റെയും പഞ്ചാബുകാരൻ്റെയും പുറകിലായി പോകുന്നു ചില മത്സര പരീക്ഷകളിൽ, അഖിലേന്ത്യാ തലത്തിലുള്ള മത്സര പരീക്ഷകൾ. നമ്മൾ IAS, IPS, IRS, IFS തുടങ്ങിയിട്ടുള്ള പരീക്ഷകളിൽ നമ്മുടെ കുട്ടികളുടെ റാങ്ക് താഴ്ന്നു പോകുന്നു ചില ഘട്ടങ്ങളിൽ. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കണം. ആ വർദ്ധിപ്പിക്കണമെന്നുള്ള പ്രയത്നത്തിൽ ഒരു നിസ്തുലമായിട്ടുള്ള പങ്ക് ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്, അതായത് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിർവഹിക്കാൻ വേണ്ടി കഴിയും. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകതയായി ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ദീർഘമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും ശ്രീ ചന്ദ്രബാബു മെമ്പറുമെല്ലാം ക്ഷണിച്ചതിന് ശേഷം ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാനുള്ള ഒരു ആവശ്യം വന്നു ഭവിച്ചുപോയി. അത് മറ്റൊന്നുമല്ല, കേരളത്തിൽ 14,174 റേഷൻ കടകളാണുള്ളത്. ആ റേഷൻ കട നടത്തുന്ന ആളുകളുടെ ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി കാണാമെന്ന് സമ്മതിച്ചു. ഒരു സംഘടനയുടെ പ്രസിഡന്റ് ഞാനാണ് അതിൽ. അതുകൊണ്ട് ആ നിവേദനം കൊടുക്കാനുള്ള ആവശ്യത്തിലേക്ക് വേണ്ടി തിരുവനന്തപുരത്ത് അത്യാവശ്യമായി പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ
ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം വിട്ടിട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, അല്പം വൈകി മാത്രമേ ഞാൻ എത്തിച്ചേരൂ. അതുകൊണ്ട് തന്നെ ദീർഘമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേദിയിലിരിക്കുന്ന എല്ലാവരും ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരും വിദ്യാഭ്യാസ രംഗത്തെ സ്നേഹിക്കുന്നവരുമാണ്. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മളെല്ലാം വിദ്യാഭ്യാസം നേടിയതുകൊണ്ട് മാത്രം ഇതുവരെ എത്തിയവരാണ്. അല്ല എങ്കിൽ ഞങ്ങൾക്ക് ആർക്ക് ഈ രംഗത്തെത്താൻ വേണ്ടി കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുന്ന കാലം തൊട്ടേ വിദ്യാഭ്യാസ രംഗം, അതായത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയ ആളാണ്. കുട്ടികളുടെ പഠനാവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം പോരാട്ടങ്ങൾ നടത്തിയവരാണ്, സമരങ്ങൾ നടത്തിയവർ. സമരങ്ങളെ എതിർക്കുന്നവർ നമ്മുടെ നാട്ടിൽ ചിലരെല്ലാം ഉണ്ട്. അതങ്ങനെ അങ്ങ് എതിർക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. കാര്യം സമരത്തെ നമ്മൾ എതിർത്താൽ മഹാത്മാഗാന്ധിയും പണ്ട് ജവഹർലാൽ നെഹ്റുവിനും എല്ലാം നമുക്ക് തള്ളിപ്പറയേണ്ടി വരും. കാര്യം അവരാണ് നമ്മുടെ സമര മാതൃക. രാജ്യത്തെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യ ശക്തിയെ ഈ രാജ്യത്തുനിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് തീഷ്ണമായിട്ടുള്ള സമരമാണ് 90 വർഷക്കാലം നമ്മുടെ രാജ്യം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുന്ന ഘട്ടത്തിൽ പാഠപുസ്തകത്തിൻ്റെ വില വർദ്ധിക്കുമ്പോൾ സമരം ചെയ്യും, കൺസെഷൻ ചാർജ് വർദ്ധിക്കുമ്പോൾ സമരം ചെയ്യും, വിദ്യാഭ്യാസ രംഗത്തെ അശാസ്ത്രീയതയ്ക്കെതിരായി സമരം ചെയ്യും. സമരം ചെയ്താൽ സ്വാഭാവികമായി അധികാരി വർഗം അവരുടെ പീഡനത്തിന് ഇരയാകേണ്ടി വരും. ലോക്കപ്പിലും ജയിലിലുമെല്ലാം കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പുരോഗതി കാണുമ്പോൾ ഞങ്ങളുടെ എല്ലാം മനസ്സ് നിറയുകയാണ്, ആഹ്ലാദിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാം സമരം അന്ന് ചെയ്തത് വൃഥാവിലായില്ല, അതിനൊരു ഫലപ്രാപ്തി ഉണ്ടായി. കേരളം വിദ്യാഭ്യാസ രംഗത്ത് കുതിക്കുകയാണ്. ഏതൊരു പാവപ്പെട്ടവൻ്റെ കുട്ടിക്കും പഠിക്കാനുള്ള അവസരമുള്ളൊരു സ്റ്റേറ്റായി നമ്മുടെ കേരളം മാറി, ഈ കൊച്ചു കേരളം മാറി. ആ സന്തോഷകരമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഭാഗമാണ് ഇന്നത്തെ അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അന്തർദേശീയ നിലവാരമുള്ള കുട്ടികളാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് മറ്റൊരു കാര്യം സംസാരിച്ച ഘട്ടത്തിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് സംസാരിച്ചു. ആ സുഹൃത്ത് പറഞ്ഞു, എൻ്റെ കുട്ടി ഇവിടെയല്ല പഠിക്കുന്നത്, ആറ്റിങ്ങലൊരു സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ പേര് പറഞ്ഞാൽ അതങ്ങ് മറന്നുപോയി. അതൊരു ഇൻ്റർനാഷണൽ സ്കൂളാണ്. 6 കുട്ടികളോ 10 കുട്ടികളോ അങ്ങനെ എന്തോ കുട്ടികളെ ഒരു ക്ലാസ്സിലുണ്ടാവും. താമസിച്ച് പഠിക്കാം, കുറച്ച് ദൂരമുള്ളവർക്കാണെങ്കിൽ പോയി പഠിക്കാം. കനത്ത ഫീസാണ്. ഫീസൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല, കനത്ത ഫീസാണ്. പക്ഷേ ലോകോത്തര വിദ്യാഭ്യാസമാണ് അവിടെ നൽകുന്നത്. അവിടെ പഠിക്കുന്ന കുട്ടിക്ക് ലോകത്തെവിടെയും ഏത് രംഗത്തും പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നവനായി അവനെ മാറ്റുകയാണ്. അപ്പോൾ ആ നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രംഗം മാറുമ്പോൾ അതിനനുസൃതമായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വേണം. ഞാനിവിടെ വന്ന് ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നാടമുറിച്ച് നിർവഹിച്ച് അകത്ത് കയറുമ്പോൾ അവിടെ പ്രീ കെ ജിയിലും LKGയിലും UKGയിലുമുള്ള ക്ലാസ് മുറികൾ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ എന്നെ കാണിച്ചു. ആ ക്ലാസ് മുറികളെല്ലാം ഡിജിറ്റൽ ക്ലാസ് മുറികളാണ്. ഞങ്ങൾക്കെല്ലാം ചിന്തിക്കാൻ കഴിയാത്തതാണത്. ഞങ്ങളെല്ലാം പഠിച്ച എൻ്റെ പ്രായത്തിലോ അതിനേക്കാൾ അല്പം കൂടിയ ആളുകളോ എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ പഠിച്ചത് ചാണകം മെഴുകിയ തറ, ഓല കെട്ടിയ ഷെഡ്, പരമ്പ് കൊണ്ട് മറച്ച ചുവരുകൾ. ബ്ലാക്ക് ബോർഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഇല്ല, അതിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിലാണ് ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ അധ്യാപകർ ടെസ്റ്റ് ട്യൂബ് കാണിച്ച് ചോക്ക് പീസ് എടുത്ത് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്നാണ് പഠിപ്പിച്ചത്. ഇന്ന് കാലം മാറി. ആധുനിക സൗകര്യങ്ങളുള്ള ലാബുകൾ, അതേപോലെ തന്നെ ക്ലാസ് മുറികൾ. സർക്കാർ തന്നെ 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. 45,000 ക്ലാസ് മുറികൾ, മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകൾ ധാരാളം വച്ചു. ടോയ്ലറ്റ് ബ്ലോക്കും കുടിവെള്ള സൗകര്യവും എല്ലാം കുട്ടികൾക്ക് കൊടുത്തു. അച്ചടക്കമുള്ള ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതേപോലെ പ്രവർത്തിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. ഒരു നിശ്ചിത എണ്ണം കുട്ടികൾ മാത്രമാണ് ആ ക്ലാസ്സിൽ പഠിക്കുന്നത്. സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ പ്രത്യേകത എന്ത്? കോവിഡ് കാലഘട്ടത്തിൽ നമ്മളതിൻ്റെ പ്രയാസം നല്ലവണ്ണം അനുഭവിച്ചവരാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ ആ സമയത്ത് അടഞ്ഞു കിടന്നു. അന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ പ്രത്യേകതയും വിദ്യാഭ്യാസം ആധുനികവൽക്കരിക്കേണ്ടതിൻ്റെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കി. സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഒരു പ്രത്യേകത, അധ്യാപകൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലമെല്ലാം സ്ക്രീനിൽ തന്നെ വീക്ഷിക്കാൻ വേണ്ടി കഴിയുന്ന അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങളുള്ള ക്ലാസ് മുറികളാണ്. ഏറ്റവും നല്ല പഠന സൗകര്യങ്ങളുള്ള അത്തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത്. നമ്മുടെ മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന,
മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, മനുഷ്യനെ കൂടെ കരുതാനും സ്നേഹിക്കാനും കഴിയുന്ന സിലബസുകൾ കൂടെ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ലോകത്തിൻ്റെ വളർച്ചയിൽ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന് ചോർച്ചയുണ്ടാകുന്നു എന്നുള്ള സംശയം നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അനാഥാലയങ്ങൾ ഉണ്ടാകുന്നത്, വൃദ്ധസദനങ്ങൾ ഉണ്ടാകുന്നത്, അതേപോലെയുള്ള സ്ഥാപനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഈ സാമൂഹ്യ അന്തരീക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വിദ്യാഭ്യാസം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഒരു കാര്യം നേരിട്ട് ചെയ്യാൻ വേണ്ടി കഴിയാത്ത, അതായത് വാട്ട് കനോട്ട് ബി ഡൺ ഡയറക്ട്ലി കനോട്ട് ബി ഡൺ ഇൻഡയറക്ട്ലി, കൃത്യമായി കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. നേരിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം വളഞ്ഞ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കരുത്. നേരിട്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വളഞ്ഞ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കരുത്. ഞങ്ങളെല്ലാം നിയമ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. ഞങ്ങളെ പഠിപ്പിച്ചൊരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ നിയമ സംവിധാനത്തിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, 3 ലിസ്റ്റുണ്ട്. ഒന്ന് മറ്റൊന്നിൽ കടന്നു കയറാൻ വേണ്ടി പാടില്ല. അപ്പോൾ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കേണ്ട, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട, വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം അതാ. നേരെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം വളഞ്ഞ വഴിയിലൂടെ ചെയ്യാൻ ശ്രമിക്കരുത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിസ്ഥാനം അതായി മാറണം. ആ നിലയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ സമൂഹത്തിൽ കെട്ടിപ്പടുക്കാൻ, മനുഷ്യനെ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റാൻ, സാമൂഹ്യ ദർശനമുള്ളവനായി സാമൂഹ്യ ജീവിയായ മനുഷ്യനെ മാറ്റാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൃത്യമായും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ജോലി ലഭിക്കാൻ വേണ്ടി മാത്രമല്ല വിദ്യാഭ്യാസം, ഉത്തമരായിട്ടുള്ള പൗരന്മാരെ വാർത്തെടുക്കാനാണ്. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. സർക്കാർ നേരിട്ട് ജോലി കൊടുക്കുന്ന 5.5 ലക്ഷം പേർക്കാണ്. കരാർ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെൻറ്റ് വഴി എല്ലാം കൂടെ ഒരു 8 ലക്ഷം പേർക്കാണ് സർക്കാർ ജോലി കൊടുക്കുന്നത്. ബാക്കി എത്രയോ ദശലക്ഷക്കണക്കിന് മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. അവന് വിദ്യാഭ്യാസം വേണം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഉത്തമരായിട്ടുള്ള പൗരന്മാരെ സൃഷ്ടിക്കാനാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം ആവോളം നമ്മുടെ മക്കൾക്ക് ആസ്വദിക്കാൻ, ആവോളം നമ്മളെ മക്കൾക്ക് നേടാൻ എല്ലാവരും സൗകര്യം ഒരുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ജ്ഞാനദാസിൻ്റെ നേതൃത്വത്തിൽ സോഫിയ ഇൻ്റർനാഷണൽ സ്കൂള് ഇവിടെ സ്ഥാപിക്കുന്നത് എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്ന ഈ സ്ഥാപനം അതിൻ്റെ വളർച്ചയുടെ പടവുകൾ കയറി നമ്മുടെ കാലഘട്ടത്തിന് ശേഷമായിരുന്നാൽ, സംസാരിക്കുന്ന ഞാനടക്കമുള്ളവരുടെ കാലഘട്ടത്തിന് ശേഷമായിരുന്നാൽ വലിയ വളർച്ച ഈ സ്ഥാപനത്തിൽ നേടാൻ വേണ്ടി കഴിയും. പ്രിയപ്പെട്ടവരെ, 20-ാം നൂറ്റാണ്ടിൻ്റെ അർദ്ധപകുതിക്ക് ശേഷം മനുഷ്യൻ ഉപഗ്രഹമായ ചന്ദ്രനിലേക്ക് പോയി. 21-ാം നൂറ്റാണ്ട് നിശ്ചയമായി ഞങ്ങളെപ്പോലുള്ളവർ വിശ്വസിക്കുന്നു മനുഷ്യൻ നമ്മുടെ സമീപ ഗ്രഹമായിട്ടുള്ള ചൊവ്വയിലേക്ക് പോകും. ചൊവ്വയിൽ മനുഷ്യൻ ഇറങ്ങും. അങ്ങനെ ഗോളാന്തരത്തിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി കഴിയുന്ന മനുഷ്യൻ്റെ ഈ ജിജ്ഞാസയോടുകൂടിയുള്ള പ്രയാണത്തിനിടയിൽ വിദ്യാഭ്യാസത്തിന് നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ വേണ്ടിയുണ്ട്. എല്ലാത്തിലും ചേരുന്ന ഒരു ചേരുവയാണ് വിദ്യാഭ്യാസം. എല്ലാത്തിലും ചേരുന്ന ഒരു ചേരുവയാണ് വിദ്യാഭ്യാസം. അത് നൽകാൻ ഈ സ്ഥാപനം തയ്യാറാകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പ്രദേശം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് അന്തർദേശീയ നിലവാരമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ജ്ഞാനദാസും ഇതിൻ്റെ മാനേജ്മെൻറ്റും എടുത്ത ഒരു വലിയ വെല്ലുവിളിയാണ്. ഇവിടെ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതൊന്നും അവർ ചിന്തിച്ചില്ല. ഇവിടെ അത് സ്ഥാപിക്കാൻ അവർ തയ്യാറായി. സാധാരണക്കാരൻ്റെ ഈ മേഖലയിലേക്ക് ആ നിലയിലുള്ളൊരു വിദ്യാഭ്യാസം സ്ഥാപിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ജ്ഞാനദാസിനോടും ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടുമുള്ള അഗൈതവമായ നന്ദിയും കടപ്പാടും ഈ പ്രദേശത്തെ നിയമസഭാ സാമാജികൻ എന്നുള്ളതിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്നെ ഈ ധന്യമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചതിലുള്ള നന്ദി സംഘാടകരോട് കൃത്യമായി രേഖപ്പെടുത്തി, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഓരോ കുട്ടിയും അവൻ്റെ വിദ്യാഭ്യാസ ജീവിതവും ഭാവി ജീവിതവും ഏറ്റവും ഭാസുരമാകാൻ, മനോഹരമാകാൻ കഴിയട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഈ അവസരത്തിൽ പങ്കുവച്ച്, ഈ സ്ഥാപനം ഉത്തരോത്തരം വളർന്ന് വലുതാകട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം പങ്കുവച്ച്, ഇവിടെ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികൾക്കും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഹൃദയപൂർവ്വം നേർന്ന് സോഫിയ ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.